ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് ഷെയറുകൾ വാങ്ങിക്കണം, ഭാവിയിലേക്ക് എങ്ങനെ ആ ഒരു വളർച്ച നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനിയെ പരിചയപ്പെടുത്തുന്നു, കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് investing.comലെ മന്ത്ലി ചാർട്ട് നോക്കാം. അപ്പോൾ മന്ത്ലി ചാർട്ട് നോക്കിയേ, ഈ ഹയർ ഹൈ ഫോർമേഷനിലാണ് പോണത്. ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കി കഴിയുമ്പോൾ ഓൾ ടൈം ഹൈ എത്തി, ഈ മാസത്തെ നോക്കി കഴിയുമ്പോൾ ഓൾ ടൈം ഹൈ എത്തിയിട്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അത്രയല്ലേ ഉള്ളൂ. ആ ഒരു ഗ്ലോബൽ ടെൻഷൻ്റെയും ഇതൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും വ്യാഖ്യാനിക്കുന്നതെങ്കിലും എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇത് ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, ഒരു കൺസോളിഡേഷനാണ് നടക്കുന്നത്. അപ്പം ഇത് ഗ്ലോബൽ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ ഈ മാർക്കറ്റ് ഇങ്ങനെയൊന്നും അല്ല, കറക്റ്റാണ്. ഒറ്റ പൊട്ടി ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നടക്കുക. ഇപ്പം ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്, ചെറിയൊരു ഓൾ ടൈം ഹൈ അടിച്ചതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്. പ്രോഫിറ്റ് ബുക്കിങ് എപ്പോഴും നമുക്കൊരു നല്ലതാണ്. എന്തുകൊണ്ടാണ്? എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ എപ്പോഴും അപ്പർ സർക്യൂട്ട് അടിച്ച് പോകുന്ന സ്റ്റോക്ക് എപ്പോഴും പുതിയ ഉയരങ്ങൾ കുറിച്ച് പോകുന്നതും നല്ലതല്ല. കാരണം എന്നാ വെച്ചാൽ ഒരു ഷോർട്ട് ടൈംകാരും ഒരു പ്രോഫിറ്റ് എടുക്കേണ്ടവരൊക്കെ എടുത്ത് മാറി പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പുതിയ ഹൈയിലേക്ക് എപ്പോഴും മാർക്കറ്റ് പോവുള്ളൂ. അതിനുവേണ്ടി എന്ത് വേണം? പ്രോഫിറ്റ് ബുക്കിംഗ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ആരാണ് നോക്കിയിരിക്കേണ്ടത്? ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് നല്ല ജാഗരൂകരായിട്ടിരിക്കണം. ആ ഒരു ബെനഫിറ്റ് ഫുള്ള് നേടിയെടുക്കേണ്ടത്. കാരണം എന്നാ, ഇന്ത്യയുടെ അടുത്തൊരു വലിയ വളർച്ച എന്ന് പറയുമ്പോഴത്തേനും നല്ലൊരു വലിയ വളർച്ച സാധ്യത നിലനിൽക്കുന്ന, അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പുതിയ സർക്കാരും കയറി കഴിയുമ്പോഴത്തേനും എന്താ, ആ ഒരു വീണ്ടും ആ ജേർണി അങ്ങ് തുടരും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതുപോലെയുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളായിരിക്കണം നമ്മുടെ റഡാറിലുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് 3-4 വട്ടം ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്ത് വീഡിയോ ഇട്ടേക്കുന്ന ഒരു സ്റ്റോക്കാണ് ആഫിൾ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഇട്ടത് കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ പഴയ വീഡിയോ എടുത്തതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തെ ഹൈലൈറ്റ്സുകളൊക്കെ, ഇപ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലൊക്കെ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയാണ് ഈ കമ്പനി. അപ്പോൾ ഇതുപോലെയുള്ള പരസ്യങ്ങളൊക്കെ ഇടയ്ക്ക് റെക്കമെൻഡേഷൻസൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഇവരുടെയൊക്കെ ഇതുപോലെയുള്ള പരസ്യ കമ്പനികളാണ് നിർമ്മിച്ച് അതിൻ്റെ ഇടയിൽ ഇവരുടെയൊക്കെ ഇതാണ് വന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഇത് വരുമ്പോൾ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരുപാട് വളർച്ചാ സാധ്യതയുണ്ട്. കാരണം നമുക്കിനി മൊബൈലില്ലാണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, TV ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് നിലനിൽപ്പില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ആയി നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം? ആ ഒരു വരുമാനം നമ്മുടെ ഭാഗത്തേക്ക്, നമ്മൾ ഈ മാർക്കറ്റിലുള്ള ആൾക്കാരെന്ന നിലയിൽ ഈ ബെനിഫിറ്റ് തന്നെ നമുക്കും ഒരു നേട്ടമാക്കി എടുക്കാൻ പറ്റിയൊരവസരമാണ്. കാരണം എന്താ വെച്ചാൽ ഇനിയും ഇതിൻ്റെ പരസ്യങ്ങൾ കൂടുതലായിട്ട് കൂടി വരുള്ളൂ. ഇനി ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വരും. ഇവർക്കും അതിൻ്റെ അകത്ത് വളർച്ച സാധ്യത നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി വരുന്ന കാലഘട്ടം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നോക്കി കഴിയുമ്പോഴോ ആപ്പാടെ മാക്സിമം ചാർട്ട് പാർട്ടിൽ 540% റിട്ടേൺ ഇപ്പം നിലവിലായിട്ടുള്ളൂ. ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഈ 540 ഇപ്പുറത്തൊരു 0 കൂടി വന്നു 10,000% മുകളിലേക്കൊക്കെ വരാനായിട്ട് പോസിബിലിറ്റി ഉള്ള ചാൻസ് ഉള്ളൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അധികം കാലം ആയില്ല ലിസ്റ്റ് ചെയ്തിട്ട് വലിയൊരു റാലി നടത്തി. അത് കഴിഞ്ഞിട്ട് തന്നെ നിരന്തരം ഒരു കൺസോളിഡേഷൻ, ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഒരു കൺസോളിഡേഷനിൽ കൂടെയാണ് പോണത്. അപ്പോൾ ഈ കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ എന്നാ, കാര്യമായിട്ട് താഴത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ഈ താഴത്തെ ലെവലുകളെത്തി 1000 ലെവലുകൾ എത്തുമ്പോഴത്തേന് എന്നാ
ആൾക്കാർ വാങ്ങിച്ച് കൂട്ടുകയാണ്, അക്കുമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും റഡാറിൽ വെച്ചേക്കണം. അത് എന്തുകൊണ്ട് താഴത്തേക്ക് പോകണില്ല, ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞത് കാരണം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഇതിൻ്റെ ഇത് താഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്നാ ഇതിൻ്റെ അകത്തെ പ്രൊമോട്ടറുടെയും FISൻ്റെ ഒക്കെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണൊക്കെ നോക്കിക്കേ. പ്രൊമോട്ടർ എപ്പോഴും 50% മുകളിലാണ് അവരുടെ പൊസിഷൻസ് ഉള്ളത്. FIS ആണെങ്കിലോ അവർക്ക് 11% നിന്ന് കുറച്ച് 9-10% താഴെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 14%, ഇപ്പോൾ എത്രയായി, 14.79 കൂട്ടി. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കുമ്പോഴും ഇവിടെ തന്നെ പെർസെൻറ്റേജ് അവർ കൂട്ടിക്കൊണ്ടിരിക്കുക. DAS ആണെങ്കിലോ DASും 15ൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പബ്ലിക് എങ്ങനെയാണെന്ന് നോക്കിയേ, 17-18% ഉണ്ടായിരുന്നു, കുറഞ്ഞ് എത്രയായി, 14%-ൻ്റെ താഴേക്ക് പോയി. അതാണ് നല്ല കമ്പനികളിൽ എപ്പോഴും എന്നാ ചെയ്യും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ കൺസോൾട്ടേഷൻ പീരീഡിൽ തന്നെ ചെയ്യും. അതിൻ്റെ അത്ര നാൾ നിന്നല്ലോ, ഇതൊരു വലിയൊരു പ്രശ്നമാണല്ലോ, ഇത് ഇത്ര നാൾ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എനിക്കൊരു പ്രോഫിറ്റ് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, എക്സിറ്റ് അടിക്കും. ആ സമയത്ത് തന്നെ ചെയ്യും, ഈ ഒരു ക്ഷമയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റർമാരായിട്ടുള്ള FISും DASും തന്നെ ചെയ്യും, ആ സ്റ്റോക്ക് വാങ്ങിച്ച് അക്കുമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തന്നെ ഈ വാർത്തകളൊക്കെ പുറത്ത് വരുമ്പോഴത്തേനും, ഒരു നല്ല ന്യൂസ് വരുമ്പോഴത്തേനും അവനങ്ങ് കയറി എങ്ങല്ലോ ഓൾ ടൈം കൈയും പുതിയ കൈയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സാധാരണക്കാർ വാങ്ങിക്കും, പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സമയമാവുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ വേണം ഇതുപോലെയുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെയും കൺസോൾട്ടേഷനും പോയിന്റിൽ തന്നെ വേണം നമ്മൾ അതുപോലുള്ള സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ട് ആ ഒരു വളർച്ചയിൽ പങ്കെടുക്കാനാണ് നോക്കേണ്ടത്. അത് ഈ ഒരു സ്റ്റോക്കിൻ്റെ മാത്രമായിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് തന്നെ വേണം ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഈ സ്റ്റോക്ക് നമുക്ക് പറ്റിയതാണോ എന്നാണ് ആദ്യം നമ്മൾ പഠിച്ചു നോക്കേണ്ടത്. അങ്ങനെ പറ്റിയതാണെന്ന് നോക്കി നമുക്ക് ആ കമ്പനിയിലൊരു വിശ്വാസത ഉണ്ട്, അടുത്ത 10-15 വർഷത്തേക്ക് ഇതിനൊരു വളർച്ച സാധ്യതയുണ്ടെന്ന് നമുക്ക് ആ ഒരു കമ്പനിയുടെ പഠനങ്ങൾ നടത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ അതിൻ്റെ അകത്തേക്ക് ആ ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ വേണം ഇതിനൊക്കെ വേണ്ടത് തന്നെ ആ ബ്രേക്ക് ഔട്ട് സമയം വരെ നമ്മൾ ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പീരീഡ് അതിൻ്റെ ആ കൺസോൾട്ടേഷനും അക്കുമുലേഷൻ പീരീഡ് കഴിയുന്നവരെ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുതിയ ജേർണിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ വേണം ഇതുപോലുള്ള കമ്പനികൾ കണ്ടെത്തി പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പം മാർക്കറ്റാണെങ്കിൽ കാര്യമായിട്ട് കർഷണമൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്. പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് മുന്നേറും, നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേന് തന്നെ ആയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്. അടുത്തൊരു റിസൾട്ട് വരുന്നവരെ ഇതുപോലെ തന്നെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് തന്നെ ഈ അവസരം ഇതുപോലെയുള്ള കമ്പനികൾ വാങ്ങിക്കാനും പഠിക്കാനുള്ള അവസരമായിട്ട് വിനിയോഗിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.